സദ്യ വിഭവങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3-4 ഐറ്റത്തിൽ ഒരൈറ്റമാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് പുളിയിഞ്ചി. അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ എല്ലാ ഇതുപോലെ നാടൻ ഡിഷസിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മൺചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ട്രൈ ചെയ്യാം. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് മൺചട്ടി നന്നായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കുക. എല്ലാ കടുകും ടൈം എടുത്ത് പൊട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയും കറിവേപ്പില, ഉണക്കമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് ഇതിനെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇഞ്ചി കുനുകുന അരിഞ്ഞിട്ട് ഇടുക. ഇത് കുനുകുന അരിയുള്ള മടി കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കാതെ വെച്ചിരുന്നത്. പക്ഷേ ചോപ്പറിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നൈസായിട്ട് കിട്ടുന്നുള്ള ഒരു ബോധം വരാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. അതാകുമ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് ടൈം എടുത്ത് അരിയേണ്ട അവസ്ഥ ഉണ്ടാവില്ല. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു 5-6 പച്ചമുളക് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നല്ല മണം വരും. ഇഞ്ചി പുളിയുടെ ആ ഒരു പുളിയിഞ്ചിയുടെ സ്മെല്ല് നന്നായിട്ട്. അത് കഴിഞ്ഞ് ഒരു സ്പൂൺ മുളകും പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നല്ല കറുത്ത കളറ് പുളി ഉണ്ടാവും. അത് തന്നെ എടുക്കാൻ നോക്കുക. അതാകുമ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് കളറും കൺസിസ്റ്റൻസിയൊക്കെ കിട്ടും. അപ്പോൾ പുളിവെള്ളം നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒഴിക്കുക. ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല തിളവ് വരിക. ഇപ്പോൾ ഒക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. ഇടയിലൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ആ പുളിയുടെ കട്ടിയൊക്കെ ഇങ്ങനെ വക്കത്തൊക്കെ പിടിക്കും, അത് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സമയത്ത് ശർക്കര ഇട്ട് കൊടുക്കുക. പുളിവെള്ളം കുറച്ചിട്ട് ശർക്കര പാനി ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ശർക്കര ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുത്തി പൊട്ടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ നന്നായി തിളക്കുക. ശർക്കര ഒന്ന് അലിഞ്ഞ് ഒന്ന് സെറ്റായതിനു ശേഷം കായപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മളത് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് മൂടി വെക്കുക. ഇടയിലൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ കഴിഞ്ഞാൽ ഈ പരുവായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നിർത്താം. ഒന്നുകൂടി കുറുകണം എന്നുണ്ടെങ്കിൽ വീണ്ടും അതുപോലെ വറ്റിച്ചെടുക്കാം. അപ്പോൾ അവസാനം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ ആ ഒരു കറക്റ്റ് കളറും ഇതൊക്കെ ആയിട്ട് കിട്ടും. കളറ് കിട്ടാൻ ഞാൻ പറഞ്ഞ പോലെ നല്ല കറുത്ത പുളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.